ടോമെ, അതിനുള്ള ശ്രമമാണ് ഇവിടെ. ഇപ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വന്ന് നമ്മളെ കടത്തിവിടാൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇതുവരെ അങ്ങോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയും തന്നെ നമുക്ക് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ കന്നഡ മാധ്യമപ്രവർത്തകർ മുഴുവൻ ഒരു വാഹനത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ബസ്സാണ് ഏറ്റവും മുന്നിലുള്ളത്. അതിന് തൊട്ടു പിറകിലായി നമ്മളുണ്ട്. സതീഷ് MLA ഉണ്ട്, AKM അഷ്റഫ് MLA ഉണ്ട്. ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഏതായാലും ഒരു അനുകൂല ഒരു വിവരം തന്നെയാണ് എന്ന് നമുക്ക് ഏതായാലും അതിനൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. സ്ഥിരീകരണം ഉടൻ ഉണ്ടാകും. ആ AKMന്റെ വാക്കുകളിൽ കൃത്യമായ സ്ഥലവും AKM പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലോറി കണ്ടെത്തി എന്ന ഒരു സ്ഥിരീകരണം നമുക്ക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാണ് വേണ്ടത്. കാരണം ഇപ്പോൾ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളുള്ളത്. സൈന്യം വന്നതോടുകൂടി ഔദ്യോഗികമായ സ്ഥിരീകരണം അവരിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 9 നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇനി ലോറി കണ്ടെത്തുന്നു. അതിനകത്ത് അർജുനുണ്ടോ? ഇതൊക്കെ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പോഴും ഈ ലോറി നമുക്ക് ദൃശ്യങ്ങളിൽ ഉടനെ തന്നെ കാണിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ പറ്റും. അങ്ങനെയെങ്കിൽ ആ പോകുന്ന വഴിയെല്ലാം നമുക്ക് ദൃശ്യത്തിലൂടെ കാണിക്കാൻ പറ്റും, പ്രേക്ഷകരെ കാണിക്കാൻ പറ്റും. നിരവധി ആളുകളുടെ പ്രാർത്ഥനയാണ് അർജുനെ ജീവനോടെ വേണമെന്നത്. പക്ഷേ നിരാശയായിരുന്നു ഫലം. 9 നാളായിരിക്കുന്നു ഇന്നേക്ക് തിരച്ചിൽ. ആ തിരച്ചിലോട് വലിയ ആധുനിക സംവിധാനങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങളും എല്ലാ സേനകളും ഒരു ദുരന്ത ഭൂമിയിൽ ഒരുമിച്ച് ഇത്തരത്തിലുള്ള തെരച്ചിൽ നടത്തിയ ഒടുവിൽ ആ ലോറി കണ്ടെത്തുന്നതിലേക്ക് സാഹചര്യങ്ങൾ എത്തിക്കുന്നു. ടോം, വളരെ പ്രധാനപ്പെട്ട വിവരം ന്യൂസ് 18 ആണ് ആദ്യം പുറത്തുവിടുന്നത്. AKM അഷ്റഫാണ് ന്യൂസ് 18നോട് ആ കാര്യം തുറന്ന് പറയുന്നതും. ഏതായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഇതിന്റെ കൃത്യമായ സ്ഥിരീകരണം വേണം. ആ അയ്യപ്പന്റെ കട നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നതാണ്. അതിന് പിറകിലായാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുക എന്നത്. അതിന് പിറകു വശത്ത് നിന്ന് ആണ് ലഭിച്ചതെന്നാണ് AKM അഷ്റഫ് പറയുന്നത്. ആ അയ്യപ്പന്റെ കടയോ അദ്ദേഹത്തിന്റെ വീടോ ഒന്നും തന്നെയില്ല. അവിടെ പിഞ്ചുകുട്ടികൾ, 2 പിഞ്ചുകുട്ടികളാണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അവരുടെ ഭാര്യ, അത്തരത്തിൽ 7 പേരുടെ മൃതദേഹമാണ് ആ ചൊവ്വാഴ്ച 8:30ക്കുണ്ടായ വലിയ മഹാദുരന്തത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. 7 മൃതദേഹങ്ങളും അന്ന് വൈകുന്നേരം തന്നെ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ പുറപ്പെടുകയാണ് ടോമെ. ആ തത്സമയ ദൃശ്യങ്ങൾ, ആ ദുരന്ത ഭൂമിയിലേക്കുള്ള തത്സമയ ദൃശ്യങ്ങളുമായി ന്യൂസ് 18 സംഘം പോവുകയാണ്. ഒപ്പം ഒരു ആംബുലൻസ് നമുക്ക് മുന്നിലുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ അർജുനെ കണ്ടെത്തിയിട്ടുണ്ടോ അതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. അതിനെല്ലാം ഒരു സ്ഥിരീകരണം വരാനുണ്ട്. ഏതായാലും അങ്ങോട്ടേക്ക് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ വണ്ടി മുന്നോട്ട് തന്നെ നീങ്ങുകയാണ്. ഒരു SDRFന്റെ വാഹനവും നമുക്ക് മുന്നിൽ കാണാം. തൊട്ട് സൈഡിലായി ഒരു ആംബുലൻസ് ഉണ്ട്. എന്തായാലും കുറെ വിവരങ്ങൾ, വലിയ നിർണായക വിവരങ്ങൾ ഈ അടുത്ത നിമിഷങ്ങളിൽ നൽകാനുണ്ട് എന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു. സൂചനകൾ നമുക്ക് അവര് MLA നിലയ്ക്ക് എന്നോടോ മറ്റേ ഇവിടുത്തെ MLAയോടോ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് അവര് ടെക്നിക്കലായി ഒരു കൃത്യമായ സ്പോട്ട് ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണോ? നേരത്തെയുള്ള ആ ഒരു തട്ടുകടയുടെ പിറകിലുള്ള ആഴം അവർ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ലോറി അതുപോലെ സൂചന ഉണ്ടെന്നാണോ പറയുന്നത്? അവരങ്ങനെ പറയുന്നുണ്ട്. അവര് ഒറ്റ കേന്ദ്രം മാർക്ക് ചെയ്തിട്ടാണ് അവരിന്ന് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലുള്ള ഓൺലൈൻ മീറ്റിംഗിൽ ഞാൻ കേരളത്തെ പ്രതികരിച്ച് പങ്കെടുത്തിരുന്നു. അപ്പോഴും അവർ പറഞ്ഞു ഞങ്ങളൊരു ഐഡന്റിഫൈ അതൊരു വെളിപ്പെടുത്തുന്നില്ല, അല്പസമയത്തിനകം അറിയും. പുറത്തുവിടുന്നത് ആ ലോറി അത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള സൂചന AKM അഷ്റഫ് MLAയിലൂടെ നമ്മൾ പുറത്തുവിടുകയാണ്. ലോറി അർജുൻ ഓടിച്ചിരുന്ന ലോറി ഭാരത് ബെൻസിന്റെ 9 ദിവസമായി ആ കാത്തിരിപ്പിനൊടുവിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ ലോറിയുടെ വിവരങ്ങൾ അത് ഇത്രയും നാൾ പറഞ്ഞതുപോലെ കേവലം ഒരു ലൊക്കേഷൻ എന്നതിനുമപ്പുറം ആഴത്തിൽ നിന്നുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന ഫലം എന്ന് തന്നെയാണ് AKM അഷ്റഫ് MLA നമ്മളോട് സൂചിപ്പിച്ചത്. അതിന്റെ അർത്ഥം അത് വ്യക്തമാണ്. അർജുൻ സഞ്ചരിച്ച ആ ലോറി അതിലേക്ക് എത്തിയിരിക്കുന്നു. 9 ദിവസത്തെ കാത്തിരിപ്പിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ ലോറിയിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. KV ബൈജു ഉൾപ്പെടെയുള്ള ന്യൂസ് 18 സംഘം ഇപ്പോൾ ആ സ്പോട്ടിലേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളാണ്. ഉടൻ തന്നെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ആ കടയുടെ പിന്നിലുള്ള അഷ്റഫ് MLA പറഞ്ഞതുപോലെ കടയുടെ പിന്നിലുള്ള ആഴത്തിൽ ആ ലോറിയുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്താണെങ്കിലും ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പാണ്. ആ വീട്ടുകാരുടെ നമ്മൾ മലയാളികളുടെ മുഴുവൻ കാത്തിരിപ്പാണ്. അർജുനായുള്ള കാത്തിരിപ്പിൽ ഏറ്റവും ഒടുവിൽ ഫലം കാണുന്നു. അർജുനിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ള നിർണായകമായിട്ടുള്ള ഘട്ടം മണിക്കൂറാണ് ഈ പോകുന്നത്.
വലിയ തെരച്ചിൽ തന്നെ നടത്തിയിരുന്നു. ബൂം എക്സ്കവേറ്റർ ഉൾപ്പെടെയുള്ളവ കൊണ്ടുവന്ന് തെരച്ചിലിന്റെ ആക്കം കൂട്ടുകയും ചെയ്തു. ആ ആക്കം കൂട്ടലിനൊടുവിൽ ഇപ്പോൾ ലോറിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ള കാര്യം, ഇനി ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് പ്രാർത്ഥനകൾ, ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. തൽക്കാലം ലോറിയിലേക്ക് നമുക്ക് പോകാം. ലോറി ഉടൻ തന്നെ നമുക്ക് പ്രകടമാകും, ദൃശ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് ആണ്. ഈ ലോറി ഇതാ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരം ന്യൂസ് 18 സംഘം പുറത്തുവിടുന്നു. 9 ദിവസത്തെ ആ കാത്തിരിപ്പിന് ഏറ്റവും ഒടുവിൽ നമ്മൾ ആ ലോറിയിലേക്ക് എത്തുന്നു. ആ ദൗത്യ സംഘത്തിന്റെ രക്ഷാപ്രവർത്തനം ദിവസങ്ങൾ നീണ്ടു, മണിക്കൂറുകൾ നീണ്ടു. അർജുനിലേക്ക് എത്താനുള്ള തീവ്ര ശ്രമങ്ങൾ അത് കരയിലുടനീളം നടത്തി. പിന്നീട് പുഴയിലേക്ക് ആ പരിശോധന മാറി. ഇപ്പോൾ പുഴയ്ക്ക് തൊട്ട് ചേർന്നുള്ള ആ കടയോട് പിന്നിലായി, ആ കടയ്ക്ക് പിന്നിലായി ഇതാ അർജുന്റെ ലോറി, ഭാരത് ബെൻസ്, ആ തടിയുമായി എത്തിയ ലോറി എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. ന്യൂസ് 18 സംഘാംഗങ്ങൾ ആ പ്രദേശത്തേക്ക് പോവുകയാണ്. KV ബൈജു നമ്മളൊപ്പം തുടരുന്നുണ്ട്. ബൈജു, ഇത്ര ദിവസമായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു, ഇത്ര നാളുകളായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അർജുനിലേക്ക്, അർജുൻ കാണാമറയത്തായിരുന്നു എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഈ ഒരു തെളിവ് ലഭിച്ചു എന്ന് അഷ്റഫ് MLA പറയുന്നത്? എന്തോ വളരെ പ്രധാനപ്പെട്ട ദൃശ്യമാണ്. കഴിഞ്ഞ 3 ദിവസമായി ആർക്കും കേറാത്ത ഒരു പ്രദേശത്ത് ന്യൂസ് 18 സംഘം ഇതാ പോകുന്നു. നമ്മൾ ആ ദൃശ്യം കാണുന്നു. മലയാളികൾ ഓരോ പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്ന ഒരു നിമിഷമാണ് അർജുനെ ഒന്ന് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ. പക്ഷേ ആ നിരാശയുണ്ടെങ്കിലും അർജുനെ അവസാനമായി ഒന്ന് കാണണം. ഏത് രീതിയിലായിരിക്കും അർജുന്റെ സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുക, അതിനെല്ലാം വിരാമം വിട്ടുകൊണ്ട് ന്യൂസ് 18 സംഘമാണ് ഏറ്റവും മുന്നിലുള്ളത്. ഈ ദൃശ്യം ഇപ്പോൾ നമ്മൾ ആ ദുരന്ത ഭൂമിയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ അവിടെ എത്തും. എന്തായാലും ലോറി കണ്ടെത്തിയെന്ന ഔദ്യോഗികമല്ലെങ്കിലും ഒരു സ്ഥിരീകരണമാണ് നമുക്ക് വരുന്നത്. അത് സത്യമാണോ എന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം മതി. കൃത്യമായ ആ വാക്കുകൾക്ക് പിന്നാലെ തന്നെ മാധ്യമങ്ങൾക്ക് ഇങ്ങോട്ട് കടക്കാനുള്ള അനുമതിയും ലഭിക്കുന്നു. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ലോറി കിട്ടിയെന്ന സ്ഥിരീകരണത്തിലേക്കായിരുന്നു പോകുന്നത്. 9 നാളായിരിക്കുന്നു, ദിവസങ്ങളായിരിക്കുന്നു നമ്മളിവിടെ ഓരോ നിമിഷവും കാത്തിരിക്കുന്നത്. അർജുൻ എവിടെ എന്ന ചോദ്യവുമായി അതിനെല്ലാം ഒരു വിരാമമാകുന്നു ഇന്ന് എന്ന് വേണം ഈ ദൃശ്യങ്ങൾ പറയുന്നത്. അതാണ് നമുക്ക് കാണാം. വലിയ മലമേടുകളുള്ള വലിയ മലപിടിച്ചിലുള്ള സ്ഥലങ്ങളാണ്. ആ മലമേടിലേക്കാണ് പോകുന്നത്, ആ ദുരന്ത ഭൂമിയിലേക്കാണ് പോകുന്നത്. ഇതിന്റെ അരികിലെല്ലാം മണ്ണിടിഞ്ഞു നിൽക്കുന്നത് കാണാം. കൃത്യമായ പോലീസ് നമ്മളെ ഇപ്പോൾ കടത്തിവിട്ടിരിക്കുന്നു. ഈ പ്രദേശത്തെ അടുത്ത ചെക്ക് പോസ്റ്റാണിത്. അവിടെയും കടന്നു നമ്മൾ എത്തിയിരിക്കുന്നു ആ ദുരന്ത ഭൂമിയിൽ. എന്തായാലും നിരവധി ആളുകളാണ് ഇത്തരത്തിൽ കണ്ണീരോടെ പ്രാർത്ഥനയോടെ അർജുൻ എവിടെ എന്ന ചോദ്യം ഉന്നയിച്ച് ഇത്തരത്തിൽ നിരന്തരം ടെലിവിഷന് മുന്നിലും നമ്മുടെ മുന്നിലും എത്തിയിരിക്കുന്നത്. ഏതായാലും കൃത്യമായ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എങ്കിലും ലഭിക്കുന്ന സൂചനകളെല്ലാം തന്നെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ലോറി കണ്ടെത്തിയിരിക്കുന്നു. ഇതാ നമ്മൾ കാണാം, ആ മലയിടുക്കുകൾ കാണാം. വലിയ തോതിൽ കുന്നിടിഞ്ഞു വീണ മലയിടുകളുടെ ദൃശ്യങ്ങളാണ് തത്സമയം ന്യൂസ് 18 പുറത്തുവിടുന്നത്. ആ ദുരന്ത ഭൂമി ഇതാ തൊട്ടരികിൽ എന്തായാലും വലിയ തോതിലുള്ള ഏറ്റവും ദുഃഖവാർത്ത പുറത്തു വന്ന ആ ദുരന്ത ഭൂമിയാണിത്. അവിടെ 7 മൃതദേഹങ്ങൾ അന്ന് തന്നെ ലഭിക്കുന്ന സാഹചര്യം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന അവിടെയാണ് ആ കട ഉണ്ടായിരുന്നത്. ആ കട ഇപ്പോൾ കാണാനേ ഇല്ല. അവരുടെ വീട് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തായാലും ദിവസങ്ങൾക്ക് ശേഷം 3-4 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഇതേ സ്ഥലത്തെത്തിയിരിക്കുന്നു. നമ്മൾക്ക് ആ ദൃശ്യം ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ഓരോ മിനിറ്റിനും അത്ര ആകാംക്ഷയോട് കാത്തിരുന്ന പ്രേക്ഷകർക്കായി ആ ദൃശ്യം തത്സമയം തന്നെ കാണിക്കാൻ പറ്റുന്നു. എന്തായാലും ആ ദുരന്ത ഭൂമിയിലെ കാഴ്ചകൾ ഇപ്പോഴും JCB ഒക്കെ അവിടെ ചലിക്കുന്നത് കാണാം. പുഴയിൽ നിന്നാണ് ഇത്തരത്തിൽ ലോറി കിട്ടിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും സച്ചിൻ ദേവ് MLA ഉൾപ്പെടെ ഉള്ളവർ നമുക്ക് മുന്നിലുണ്ട്. അവരും അങ്ങോട്ടേക്ക് കടന്നു പോകുന്നുണ്ട്. KV ബൈജു ഉറപ്പായും ആ ദൃശ്യങ്ങളിലേക്ക് എത്തുക. KV ബൈജു ആണ് അവിടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ദുരന്ത ഭൂമിയിലാണ് ബൈജുവും ക്യാമറമാൻ സുമേഷ് മൊറാഴയും എത്തിയിട്ടുള്ളത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്നു ആ ലോറി കണ്ടെത്തുന്ന വാർത്ത കേൾക്കുന്നതിന്. ഏറ്റവും ഒടുവിൽ 9ാം ദിവസം ഈ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ആ വാർത്ത പുറത്തു വരുന്നു. ഇപ്പോൾ മാധ്യമങ്ങൾക്കും ഉള്ളിലേക്കുള്ള ഒരു പ്രവേശനം അനുവദിച്ചിരിക്കുന്നതാണ്. ലോറിയിലേക്ക് എത്തി എന്നുള്ള സ്ഥിരീകരണം അത് AK അഷ്റഫ് MLA ആണ് ന്യൂസ് 18 നൽകിയത്. MLAക്ക് ലഭിച്ച വിവരം അത് ഉറപ്പായും അത് ഔദ്യോഗികമായി തന്നെ ആയിരിക്കണം എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾക്കുള്ള പ്രവേശനത്തിനുള്ള അനുമതിയും നൽകുന്നത്. മാധ്യമങ്ങൾക്ക് പ്രവേശനത്തിനുള്ള അനുമതിയും നൽകുന്നു. അവിടെ ഇപ്പോൾ ന്യൂസ് 18 സംഘം ഉൾപ്പെടെ അവിടെ കാത്തിരിക്കുകയാണ്. ലോറിയുടെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. KV ബൈജു വീണ്ടും. ബൈജു,
സൂചനകൾ അത് വ്യക്തമാകുന്നുണ്ടോ? തീർച്ചയായും എന്തോ നമ്മൾ ആ ദുരന്ത ഭൂമിയുടെ ഒരു പക്ഷേ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ പുഴയും ആ കടയുമൊക്കെ ഉണ്ടായിരുന്ന ആ പ്രദേശമാണ്. പുഴ ഇപ്പോൾ പകുതി ഒരു ഭാഗം പുഴ മൂടിയ നിലയിലാണ്. ഏതായാലും ആ പുഴയിലെ അരികിൽ നിന്നാണ് ഇപ്പോൾ ആ കടയുടെ പരിസരത്ത് നിന്നാണ് ഇപ്പോൾ ലോറി കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ആ ദൃശ്യം നമുക്കിപ്പോൾ അല്പസമയത്തിനും കാണിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തത്സമയം ദൃശ്യം നമ്മൾക്കിപ്പോൾ കാണുന്നുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും അപ്പുറത്താണ്, അവിടത്തേക്ക് നമ്മൾക്ക് അനുവദിച്ചിട്ടില്ലെങ്കിലും അതിന് തൊട്ടരികിലായി തന്നെ നമ്മളുണ്ട്. AKM അഷ്റഫ് ന്യൂസ് 18 വെളിപ്പെടുത്തിയ ആ കാര്യം, ഇത്രയും നാൾ കാത്തിരുന്ന ആ വിവരം, അതിന് ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിന് കാത്തിരിക്കണം. AKM അഷ്റഫ് 100% എന്നാണ് ആ വാക്കുകളിൽ പറഞ്ഞത്. എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നു. ആ വാക്ക് പറയുകയും അതിന് തൊട്ടു പിന്നാലെ തന്നെ മാധ്യമങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനം നൽകുകയും ചെയ്യുന്നു. ഇതൊക്കെ തെളിവാകുന്നത് ആ ലോറി കണ്ടെത്തിയെന്ന് തന്നെയാണ്. ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അത്തരത്തിൽ നിരവധി JCB-കൾ ആ പ്രദേശത്ത് മാത്രം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു. മറ്റെല്ലാ തിരച്ചിലും ഒരേ കേന്ദ്രത്തിലായിരിക്കുന്നു. അതിനെല്ലാം സൂചന ലോറി കണ്ടെത്തി എന്നതുള്ളത് തന്നെയാണ്. അല്പനിമിഷം കൂടി കാത്തിരുന്നാൽ തത്സമയം തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായ ആ ഒരു സ്ഥിരീകരണം സൈന്യത്തിനോ മറ്റോ നമുക്കിപ്പോൾ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൽദോ, ലോറി കണ്ടെത്തി എന്നുള്ള വിവരമാണ് KV ബൈജു അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ലോറി കണ്ടെത്തിയ സാഹചര്യം, അതിന് സ്ഥിരീകരണം നൽകിയത് AKM അഷ്റഫ് MLA ആണ്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിടുന്നതും. എന്താണ് 9 ദിവസത്തെ കാത്തിരിപ്പാണ്. 9 നാളുകളായി അർജുൻ ആ മണ്ണിനടിയിൽ കുടുങ്ങിയ സാഹചര്യം നമ്മൾ ആദ്യം പരിശോധിച്ച പോലെ അത് കരയിൽ റോഡിനോട് ചേർന്നുള്ള ഭാഗത്തല്ല, അതിനും അപ്പുറത്ത് പുഴയോട് ചേർന്ന് കട ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത്, അവിടെ നിന്നാണ് ഈ ലോറി കണ്ടെത്തിയത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ആ വിവരം അത് കൃത്യതയോടുകൂടി തന്നെയാണ് AKM അഷ്റഫ് MLA നമ്മോട് പങ്കുവച്ചതും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് ശാസ്ത്രീയമായിട്ടുള്ള ഏറ്റവും ആഴത്തിലുള്ള പരിശോധനയ്ക്കൊടുവിലാണ് ഈ ലോറിയിലേക്ക് എത്തിയത് എന്ന് AKM അഷ്റഫ് MLA തൊട്ടു മുമ്പ് ന്യൂസ് 18 പറഞ്ഞിട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ AKM അഷ്റഫ് MLA വാക്കുകൾ ഒരിക്കൽ കൂടി പോകാൻ തോന്നുന്നു. എന്താണ് അഷ്റഫ് MLA നമ്മോട് പറഞ്ഞതെന്ന് ഒരിക്കൽ കൂടി പോകാം, ദൃശ്യങ്ങൾ ഉൾപ്പെടെ. സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവര് MLA നിലയ്ക്ക് എന്നോടോ മറ്റേ ഇവിടുത്തെ MLA വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് അവര് ടെക്നിക്കലായി ഒരു കൃത്യമായ സ്പോട്ട് അവർക്ക് ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണോ? നേരത്തെയുള്ള ആ ഒരു തട്ടുകടയുടെ പിറകിലുള്ള ആഴം അവർ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ലോറി അതുപോലെ എന്തെങ്കിലും സൂചന ഉണ്ടെന്നാണോ പറയുന്നത്? അവരങ്ങനെ പറയുന്നുണ്ട്. അവര് ഒറ്റ കേന്ദ്രം മാർക്ക് ചെയ്തിട്ടാണ് അവരിന്ന് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലുള്ള ഓൺലൈൻ മീറ്റിംഗിൽ ഞാൻ കേരളത്തെ പ്രതികരിച്ച് പങ്കെടുത്തിരുന്നു. അപ്പോഴും അവർ പറഞ്ഞു ഞങ്ങൾ ഒരു ഐഡന്റിഫൈ അതൊരു വെളിപ്പെടുത്തുന്നില്ല, അല്പസമയത്തിനൊക്കെ അറിയും. ഈ ലോറി ഇന്ന് നമുക്ക് അർജുൻ അല്ലെങ്കിൽ ആ ലോറി കണ്ടെത്താനാകുമെന്നാണ് 100%. ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ പറഞ്ഞ ഒരാളാണ്, പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുറച്ചുകൂടി നമ്മുടെ തട്ടുകടയുടെ പിറകു വശത്തുള്ള പുഴയുടെ ആഴത്തിൽ. AKM അഷ്റഫ് MLA തൊട്ടു മുമ്പാണ് ന്യൂസ് 18 പ്രതിനിധി KV ബൈജുവിനോട് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. ലോറി അത് കണ്ടെത്തി എന്നുള്ള വിവരം AKM അഷ്റഫ് MLAക്ക് ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ആ വിവരം പങ്കുവെക്കുന്നതും. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു പാളിച്ചയും കൃത്യത കുറവുണ്ടാകില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കാം. അവിടേക്ക് മാധ്യമങ്ങൾക്ക് കൂടുതൽ പ്രവേശനം അനുവദിക്കുന്നു. നേരത്തെ മാധ്യമങ്ങളെ ആ സ്പോട്ടിൽ നിന്ന്, ദുരന്ത മേഖലയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി അടുത്ത് തന്നെ നിന്ന് ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുമതി നൽകുകയാണ് അവിടുത്തെ രക്ഷാദൌത്യ സംഘം, അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം. പക്ഷേ അവിടെയും ഒരു ബാരിക്കേഡ് വെച്ച് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഏറ്റവും അടുത്തേക്ക് പോകാൻ അനുവദിച്ചിട്ടില്ല എന്ന് മാത്രം. ബൈജു, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ഭാഗത്ത് തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ആ എക്സ്കവേറ്റർ, നേരത്തെ കൊണ്ടുവന്ന ബൂം എക്സ്കവേറ്റർ ഉൾപ്പെടെ നമുക്ക് കാണാം വലിയ തോതിൽ. അവിടെ തന്നെ ആ ലോറി ഉണ്ട് എന്നാണോ കരുതേണ്ടത്? തീർച്ചയായും അത്തരത്തിലാണ് AKM അഷ്റഫ് MLA വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത് താനല്ല, പക്ഷേ ആ ലോറി കണ്ടെത്തിയതായുള്ള എല്ലാ സൂചനകളും ലഭിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും പറയുന്നത്. എന്തായാലും ന്യൂസ് 18 അദ്ദേഹം ആ വിവരം പങ്കുവച്ചത്. ഔദ്യോഗികമായി സൈന്യമാണ് ഈ കാര്യത്തിൽ സ്ഥിരീകരണം തരേണ്ടത്. എന്തായാലും ലോറി കരികിലേക്ക് എത്തിയിരിക്കുന്നു എന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. ആ മേഖലകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് അന്വേഷണം നടക്കുന്നത്. വളരെ സാവധാനത്തിൽ അവിടെ ആ കടയുടെ
ഉണ്ടായിരുന്ന പ്രദേശമാണത്. കടയുടെ തൊട്ടു പിറകിലാണ് ഇത്തരത്തിൽ ലോറി കണ്ടെത്തിയതായുള്ള നമുക്ക് വിവരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ആ പരിശോധന ആ ഇടത്ത് മാത്രം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ അതിനുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഔദ്യോഗികമായുള്ള സ്ഥിരീകരണം നമുക്ക് നൽകാനാവും. എന്തായാലും നിരവധി ആളുകളുടെ പ്രാർത്ഥന, നീണ്ട നാള് 9 നാളത്തെ കാത്തിരിപ്പ്, അതിനെല്ലാം വിരാമമാകുമോ? ഈ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ ഓരോ നിമിഷവും അവിടുത്തെ ഓരോ പ്രവൃത്തി, തെരച്ചിലുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളും തത്സമയമാണ് നമ്മൾ കാണിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസം KV ബൈജു ആണ് അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ദൂരത്ത് അവിടെ എക്സ്കവേഷൻ എന്ന് പുരോഗമിക്കുന്നു. മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നീക്കം ചെയ്യുന്ന മണ്ണിനടിയിൽ അവിടെ നമ്മുടെ പ്രിയപ്പെട്ട അർജുന്റെ ആ ലോറിയുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അത് സംശയിക്കേണ്ട സാഹചര്യമില്ല എന്ന് തോന്നുന്നു. അത് പൂർണ്ണമായും അത് അർജുന്റെ ലോറി തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് കർണാടക സർക്കാരും ഔദ്യോഗികമായി തന്നെ എത്തുന്നു. പക്ഷേ അത് പുറത്തുവിട്ടിട്ടില്ല. പക്ഷെ അതിനിടയിൽ AK അഷ്റഫ് MLA പങ്കുവെച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് AK അഷ്റഫ് MLA ആ ലോറി കണ്ടെത്തി എന്നുള്ള നിർണായകമായിട്ടുള്ള വിവരം ന്യൂസ് 18 പങ്കുവച്ചത്. AK അഷ്റഫ് MLA തൊട്ടു മുമ്പാണ് നമ്മോട് ആ വിവരം പങ്കുവെക്കുകയും ചെയ്തത്. എന്താണെങ്കിലും ഈ സമയത്ത് കൂടുതൽ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്താൽ മാത്രമേ ആ ലോറിയിലേക്ക് എത്താൻ കഴിയുള്ളൂ. ലോറിയിലേക്ക് എത്തി ലോറിയിൽ നിന്ന് അർജുനെ പുറത്തേക്ക് എത്തിക്കണം. അങ്ങനത്തെ ഒരുപാട് സങ്കീർണമായിട്ടുള്ള നടപടികൾ ഇനിയും ബാക്കിയുണ്ട്. പക്ഷെ അപ്പോഴും ആശ്വാസമാകുന്നത് ആ ലോറി അവിടെ ഉണ്ട്, ആ ലോറി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ദിവസങ്ങൾ നീണ്ട രക്ഷാദൗത്യമാണ്. ദിവസങ്ങൾ നീണ്ട ആ രക്ഷാദൗത്യത്തിന് ഏറ്റവും ഒടുവിൽ ലോറിയിലേക്ക് എത്തി എന്നുള്ള സന്തോഷമുണ്ട്. പക്ഷേ ഒപ്പം തന്നെ ഒരുപാട് ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നു. 9 ദിവസമായി നമ്മുടെ അർജുൻ ആ മണ്ണിനടിയിൽ ആ ലോറിയിൽ കുടുങ്ങിക്കിടക്കുന്നു. ആ അർജുൻ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം അതെന്താണ്, എങ്ങനെയാണ് നമ്മൾ അർജുനെ വീണ്ടെടുക്കുക, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ആശങ്കകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ലോറിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിനൊടുവിൽ ലോറിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോറി കണ്ടെത്തി എന്നുള്ള വിവരം ആ ദുരന്ത ഭൂമിയിൽ നേരത്തെ നമ്മൾ കരുതിയിരുന്നത് ആ പാർക്ക് ചെയ്തിരുന്ന ഭാഗത്ത് അർജുന്റെ ലോറിയുണ്ട് എന്നാണ്. ആദ്യ 2 ദിവസങ്ങളിലും പ്രധാനമായും അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പരിശോധന നടന്നതും അതുകൊണ്ടാണ്. പക്ഷേ അതിനുമപ്പുറം അവിടെയല്ല, ആ റോഡിന് മറുവശത്ത് അവിടെ ഒരു കടയുണ്ടായിരുന്നു. ആ കടയോട് ചേർന്നുള്ള ഭാഗത്ത് ആഴത്തിൽ ലോറിയുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്നത്. അതായത് അത് ഒരുപക്ഷെ മണ്ണിൽ ആ വലിയ മണ്ണൊഴുക്കിൽ ലോറി ഉൾപ്പെടെ മറിഞ്ഞ് വീണതാകാം, അല്ലെങ്കിൽ മറുവശത്ത് അർജുൻ പാർക്ക് ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അത് ശാസ്ത്രീയമായി തന്നെ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ അപ്പോഴും ലോറിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത്യാധുനിക സംവിധാനങ്ങൾ, സൗകര്യങ്ങളൊക്കെ ഇന്ന് കൂടുതൽ ഏർപ്പെടുത്തിയിരുന്നു. ആ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധന ഏറ്റവും ഒടുവിൽ ആ ലോറിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് മലയാളികൾ നമ്മൾ കാത്തിരുന്നു, ഒരുപാട് പേർ അവിടെ പോയി തമ്പടിച്ചിരുന്നു ആ പ്രതീക്ഷയിൽ, അർജുനെ ഉടൻ വീണ്ടെടുക്കാമെന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷേ ഏറ്റവും ഒടുവിൽ 9 ദിവസം വേണ്ടി വരുന്നു ആ ലോറിയിലേക്ക് എത്താൻ എന്നുള്ളതാണ്. 9ാം ദിവസം ലോറി കണ്ടെത്തി എന്നുള്ള വിവരം വരുമ്പോൾ അതിലൊരു ആശ്വാസമുണ്ട്, അതിലൊരു നേരിയ സന്തോഷവും നേരിയ പ്രതീക്ഷയുമുണ്ട്. അർജുനെ നമുക്ക് എത്തരത്തിൽ വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരിക്കാം. അതിനുമപ്പുറം ലോറിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള സന്തോഷകരമായിട്ട് കാര്യം KV ബൈജുവിന് കേൾക്കാമെന്ന് തോന്നുന്നു.